അങ്ങനെ ഉച്ചയ്ക്ക് ഉള്ള പരിപാടിയാണ്. ഉച്ചയ്ക്ക് ഇതാ ചോറ് വെച്ചിട്ടുണ്ട്. ചോറ് നല്ല ചൂട് ചോറുണ്ട്. അത് കഴിഞ്ഞ് ഇപ്പോൾ ഇതാ ചീനച്ചട്ടിയിൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. കറിയായിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. പ്രത്യേകിച്ചൊന്നുമില്ല. കുറച്ച് ആദ്യം ഒന്ന് പച്ചമുളക് ഒരു നടു കീറിയിട്ട് ഇങ്ങനെ നടുവിലിങ്ങനെ കീറിയിട്ട് അയ്യോ അപ്പം അത് ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്യാണ്. വേറെ ഒന്നുമില്ല, ഭയങ്കര ഇതായിരിക്കും. പൊട്ടി തെറിക്കില്ല, കാരണം പൊട്ടിത്തെറിക്കാതിരിക്കാനാണ് നടുവിലുള്ളത് ഫ്രൈ ചെയ്യുന്നത്. കാരണം ഇതൊന്ന് വെന്ത് കഴിഞ്ഞാൽ അതിൻ്റെ എരിവ് കുറയും. കുരുവൊക്കെ ഉണ്ട്, കുരുവാണ് എരിവ് ഉണ്ടാക്കുന്ന സാധനം. അത് നോക്കട്ടെ, ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. വെന്ത് കിട്ടി കഴിഞ്ഞാൽ ഒരു ബ്രൗൺ കളറായാലും മതി. എന്താ വെച്ചാൽ നമുക്ക് കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് മുളക് വേണം. മുളക് ഉണ്ടെങ്കിൽ നമുക്കിപ്പോൾ രുചി ഉണ്ടാവും എന്ത് കഴിച്ചാൽ. പ്രത്യേകിച്ച് ഞാനിവിടെ തെലുങ്കന്മാരുടെ നാട്ടിലായതുകൊണ്ടേ നല്ല മുളക് കഴിച്ച് ശീലമുണ്ട്. ഇത് ഏതാണ്ടൊക്കെ ഒന്ന് ആയി വരുന്നുണ്ട്. മറിച്ചിടാൻ പറ്റുന്നില്ലല്ലോ. സ്റ്റൗവിൻ്റെ തീ കുറച്ച് വെച്ചിരിക്കണം. കാരണം എന്താ വെച്ചാൽ ഇല്ലെങ്കിൽ ഭയങ്കരമായിട്ട് പുക വരും. എരിഞ്ഞിട്ട് ഇവിടെ നിൽക്കാൻ പറ്റില്ല, ചുമച്ചിട്ട്. അപ്പം നമ്മുടെ മുളക് ഏതാണ്ടൊക്കെ ഇങ്ങനെ വെന്ത് വരുന്നുണ്ട്. സാധാരണ പച്ചമുളകാണ്. എന്തൊക്കെയായാലും നമ്മുടെ നാട്ടിലെ കേരള ഫുഡിൻ്റെ ടേസ്റ്റൊന്നും ഒരിക്കലും ഇവിടുത്തെ മലയാളി എന്ന നിലയ്ക്ക് നമുക്ക് കേരള ഫുഡ് തന്നെയാണ് ബെസ്റ്റ്. അതിൽ ഞാൻ കൈ പിടിക്കുന്നതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇളകുന്നുണ്ട്, ക്ഷമിക്കുക. വീഡിയോ എടുക്കാനൊന്നും ആളില്ല, ഞാൻ തന്നെ എടുക്കണം വീഡിയോ. അതാണ് ഞാൻ സ്റ്റൗ കത്തിച്ച് പാത്രമൊക്കെ വെച്ചതിന് ശേഷം വീഡിയോ ഇടാൻ തുടങ്ങിയത്. ഇനിയിപ്പോൾ കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കുക വെച്ചിട്ടാണ് ഇതിൽ. അപ്പോൾ ഇതിൽ കോഴിമുട്ട ഒന്ന് പൊട്ടിച്ചൊഴിക്കണമെങ്കിൽ ഞാൻ കട്ട് ചെയ്തിട്ട് രണ്ടാമതും മുട്ട പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം വീണ്ടും വീഡിയോ എടുക്കാം. കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് അതിൻ്റെ മുകളിൽ ഉപ്പ് പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതെന്താവും എന്നുള്ള സ്ഥിതി അറിയില്ല. അതൊന്ന് മിക്സ് ചെയ്യട്ടെ. ആ മുളക് കൂട്ടത്തിലിട്ട് എന്താ വെച്ചാൽ അത് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടൊന്ന് കടിക്കാനാണ്. രണ്ട് കോഴിമുട്ട ഇടേണ്ടി വന്നു. കാരണം എന്ന് വെച്ചാൽ ഇവിടുത്തെ കോഴിമുട്ടയുടെ ഇപ്പം കിട്ടിയത് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലത്തെ കാടമുട്ടയുടെ അത്രയേ ഉള്ളൂ. അതിനേക്കാളും കുറച്ച് വലിപ്പം കൂടുന്നല്ലാണ്ട് ഒരു ഗുണമില്ല. 7 രൂപയാണ് ഒരെണ്ണത്തിന് വിലയും. അപ്പോൾ ഉള്ള പോലെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇതൊക്കെ ബാച്ചിലർ ഫുഡ് എന്ന് പറഞ്ഞാൽ ആർക്കും ഉണ്ടാക്കാം കേട്ടോ. ഉള്ളിയോ ഒന്നുമില്ല. പിന്നെ എന്താ വെച്ചാൽ അതിനാണ് മുളകിടുന്നത്. ഈ പച്ചമുളക് നടുവ് കൂടെ കീറിയിട്ട് എണ്ണയിൽ പൊരിക്കണം. എന്താ വെച്ചാൽ ചോറിൻ്റെ കൂടെ ഇടയ്ക്കിടയ്ക്ക് ഓരോന്നെടുത്ത് കടിക്കുമ്പോൾ അതൊരു ടേസ്റ്റാണ്. അതൊരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ്. ഇതാണ് ഏതാണ്ട് സംഭവം റെഡി ആയിരിക്കണം. മുളകൊക്കെ നല്ല കരിഞ്ഞ പോലെ ആയിരിക്കണം. സ്റ്റൗ ഓഫ് ചെയ്യാണ്. ഇനിയിപ്പം ഞാൻ ഇത് കഴിക്കണ സമയത്ത് ഒന്നും കൂടി എടുക്കാം. ഇതാ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇതാ ചോറിന് ഞാൻ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് ഉപ്പൊക്കെ ഇട്ട് കഞ്ഞി പോലെ ആക്കിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ ഉണ്ടാക്കിയ കോഴിമുട്ടയുടെ അതുപോലെ എന്താ പറയുക, മുളക് പൊരിച്ചത്. അത് നമുക്ക് മീൻ പൊരിച്ചതായിട്ട് കരുതിയിട്ട് എന്താണ് പറയുക, ആലോചിച്ചിട്ട് കഴിക്കാം. ഇത് ചിക്കൻ ഫ്രൈ ആയിട്ടും. അപ്പോൾ എല്ലാവരും ഭക്ഷണം കഴിച്ചു എന്ന് വിചാരിക്കണം. ഞാൻ ഭക്ഷണം കഴിച്ചതിന് ശേഷം വീണ്ടും അടുത്ത വൈകുന്നേരം അല്ലെങ്കിൽ പിന്നീട് വീഡിയോ ഇടാം. ഓക്കെ, താങ്ക് യു.